സെക്രട്ടറി സാറേ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാനൊന്ന് കാണാൻ നോക്കായിരുന്നു. എല്ലാ മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് വിളിക്കണം. അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ISO വരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ വലിയ കാര്യമോ. പഞ്ചായത്തില് പാണ്ഡികാരി വരെ വരുന്നേ. നമ്മളാ അമ്പലത്തിനടുത്തുള്ള ആ വളവ് നിങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഏത് വണ്ടിയും വരും. അതെ, ഇതല്ല ISO നമ്മളെ പഞ്ചായത്തിന് കിട്ടാൻ പോവുക. കിട്ടാൻ. എന്നാ പിന്നെ എന്റെ വാട്ടിൽ ഒരു 2 ആയിക്കോട്ടെ. അതെ, ഒരു 2 കൊടുത്തേക്ക്. എന്റെ മെമ്പറെ, ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവിയാണ്. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജനപ്രതിനിധികൾ എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഈ പദവി കിട്ടാൻ വേണ്ടിട്ടല്ലേ? അതെല്ലാം മെമ്പർമാരുടെ കാര്യം ഞാൻ ഏറ്റില്ലേ. അപ്പൊ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ വാർഡില് ഒരു പെണ്ണുങ്ങൾ മണ്ണെണ്ണ കൊത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. എവിടെ നിന്ന് ഇവർക്ക് ഇതിന് മാത്രം മണ്ണെണ്ണ കിട്ടണെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മളന്വേഷിച്ചിരുന്ന 1 ലിറ്റർ കൂടി കിട്ടൂല. മയ്യത്താവണമെന്ന് ആഗ്രഹം വന്നെങ്കിൽ എവിടുന്നും കിട്ടുന്നു. ബ്ലാക്കിന് മേടിക്കണ്ടാവും. അപ്പൊ അവള് മയ്യത്താവണമെങ്കിൽ അവളെ പെരയിലൊന്ന് പോകണം, അല്ലെങ്കിൽ ആശുപത്രിപ്പെട്ട അവളൊന്ന് കാണണം. പിന്നെ 2 നിക്കാഹുണ്ട്, 2 കുടിയിരിക്കലുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണായിരുന്നു എന്തിനാ ഈ പഞ്ചായത്ത് ഓഫീസിലെന്ന് പറയുന്നത്? അത് ബിസിയാണല്ലോ. തിരക്കിനിടയിൽ ഞാൻ മുപ്പരം കൊണ്ട് വന്നത്. സുമേഷേട്ടാ, സുമേഷേട്ടാ, നിങ്ങളെ ആവശ്യം എന്താ വെച്ചാൽ സെക്രട്ടറിയോട് പറഞ്ഞോളി. എനിക്ക് നമ്പർ വേണം. നമ്പരോ? കൊടുത്തേക്കുന്നു. ശല്യൊന്നും ഉണ്ടാവില്ലോ. എവിടെ പ്രായമുള്ളവല്ലേ? 9495 മൊബൈൽ നമ്പർ അല്ല, പിന്നെ പെരേണ്ട നമ്പർ. ഈ വീട്ടു നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്പർ കിട്ടിയിട്ട് വേണം എനിക്ക് റേഷൻ മേടിക്കാൻ. ഒക്കെ ശരിയാക്കി തരാം. ഇപ്പൊ നമ്മള് വേറൊരു മീറ്റിംഗ് ആണ്, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പുറത്തു വന്നോളി. അതെന്റെ നമ്പർ തരൂ. വേണ്ട അറിയണം കേട്ടാ. സംശയമാണ്. മൊയ്ത് നമ്പർ പറഞ്ഞല്ലേ പുറത്ത് നിൽക്കുന്നത്. പിന്നെ സെക്രട്ടറി, ആ കനാൽ റോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ജനങ്ങൾ മിക്കപ്പുറത്ത് തരുന്നില്ല എനിക്ക്. എന്റെ പൊന്നും മൊയ്തോ, ഞാനൊരു കാര്യം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതൊന്ന് തീർത്തോട്ടെ ഞാൻ. അപ്പൊ നമ്മള് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ആ ഹോസ്പിറ്റലിലൊക്കെ വെച്ചല്ലേ, ചിലപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ. അതോ ആ പെണ്ണുങ്ങളെ എന്നാ പിന്നെ ഞാൻ പോയിട്ട് കേട്ടോ. നോക്കി എന്റെ സാറ് ഇതൊക്കെ ഇരിക്കണോടത്ത് എവിടെ നിന്ന് ISO കിട്ടാനാണ്. അപ്പോ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. ഞാനത് വായിക്കട്ടെ. അപ്പൊ അതില് നിർദ്ദേശം 1, ഓഫീസ് മുറി ഇപ്പൊ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥാനങ്ങളെല്ലാം കൊണ്ടുവച്ച് നല്ല നീറ്റായിരിക്കണം. അതാണ്. ഇനി നിർദ്ദേശം 2, ഒരു തുണ്ട് കടലാസ് നമ്മുടെ ഓഫീസിനകത്ത് കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ ഫയലുകളൊക്കെ കെട്ടിപ്പിറക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിക്കണം. അല്ല, നമ്മുടെ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാം. അതെ, ആവശ്യമില്ലാത്ത കടലാസുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ കത്തിക്കണം. അത് വേണം. നിർദ്ദേശം 3, ടോയ്ലറ്റ് വളരെ വൃത്തിയായിരിക്കണം. ഇത് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല വൃത്തിയല്ലേ? നമ്മളുടെ അല്ല, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം. അത് വൃത്തിയാക്കേണ്ട ചുമതല നമ്മൾ ജീവനക്കാർക്കാണ് എന്നർത്ഥം. ആര്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് വൃത്തിയാക്കണമെന്നോ? സാറെ നടക്കണ വല്ല കാര്യം പറയും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യിച്ചാലേ സംഘടന ഇടപെടും, ആകെ പ്രശ്നമാവും. അതെ, സൂദൻ സാർ ഇതിപ്പോ സെക്രട്ടറി അത് വായിച്ചെന്നുള്ളോ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ടോയ്ലറ്റ് വൃത്തിയാക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇൻക്രിമെന്റ് കട്ടായി പോകുന്നില്ല. മാത്രമല്ല, ഇത് പിയോനും ഉണ്ണീനോട് പറഞ്ഞു നോക്കിയ വിവരം അറിയും. ചെയ്യൂല. അല്ല, ഇതിപ്പോ ഉണ്ണിയോട് മാത്രം പറഞ്ഞിട്ട് ഉണ്ണിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല, നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്യണമെന്നായി പറയുന്നത്. അപ്പൊ അത് നടക്കില്ല. അടുത്ത് വായിച്ചോളൂ. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഏതെങ്കിലും അമ്മമാര് വരികയാണെങ്കിൽ അവർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫീസിനകത്ത് ഒരു മുറി പ്രത്യേകമായിട്ട് സജ്ജീകരിക്കണം. ഇവിടുത്തെ ആവശ്യത്തിന് തന്നെ ഇവിടെ ഒരു മുറിയില്ല. ഇനി അതിനാണ് പ്രത്യേകിച്ചൊരു റൂം. ഈ സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു പണിയായി. സാറിന് ഇരിക്കുന്ന ക്യാബിനില്ലേ, അതിലൊരു കർട്ടൻ വട്ടം വലിച്ചു കെട്ടിയിട്ട് അവരപ്പുറത്തിരുന്ന് കൊടുത്തോട്ടെ. അതൊന്നും ശരിയാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇവിടെ വേണട്ടെ സാറേ. അതെന്തായാലും ചെയ്യാം. അവിടെ ആകുമ്പോ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല അവർക്ക് ശല്യാവില്ലല്ലോ. അപ്പോ പിന്നെ ISO കിട്ടുന്നതിന് നിർബന്ധമായിട്ടും വേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലത്തെ 1 പൗര സർവേ ആണ്. അത് പറ്റില്ല. വീട് വീടാന്തരം പോയി സർവേ ചെയ്യാൻ പറ്റില്ല സാറേ. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ പൊന്നു സൂദൻ സാറേ, നിങ്ങൾ വീട് വീടാന്തരം കയറി നടക്കണ്ട. പിന്നെ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിനകത്ത് ഇപ്പൊ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാള് വരുമ്പോ ആ ആളുടെ പേരും അഡ്രസ്സും അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ അയാൾ എന്തിനു വന്നു, എപ്പോൾ വന്നു, എന്താവശ്യത്തിന് വേണ്ടി വന്നു, അത് എപ്പോൾ സാധിച്ചു കിട്ടി എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. ഒപ്പം വന്ന ആളെ കൊണ്ട് അടിയിൽ സൈൻ ചെയ്യിപ്പിക്കണം. ISO കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അതെന്താ? അല്ല, ഇതിപ്പോ നമ്മള് വളരെ സത്യസന്ധമായിട്ട് എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് വേണല്ലോ സാർ അതിന്റെ ചുവട്ടിലുള്ള ആളുകൾ ഒപ്പിടാൻ.
അതെന്തായാലും ആളുകൾ ചെയ്യില്ലല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ വേറെ വഴിയുണ്ട്. എന്തത്? ഈ വരുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഫോമിന്റെ അടിയിലങ്ങ് ഒപ്പിടിപ്പിക്കുക. ബ്ലാങ്ക് ഫോമില്. എന്നിട്ട് മുകളിൽ നമുക്ക് എഴുതി ചേർക്കാം, സാർ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നു, ഒരു കാലതാമസവും കൂടാതെ എനിക്ക് കാര്യം സാധിച്ചു കിട്ടി, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സത്യസന്ധരും ഉത്സാഹികളുമായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മളങ്ങ് എഴുതി ചേർത്താൽ മതിയല്ലോ. സാധാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെ തന്നെ അതുപോലെ. അപ്പൊ നമുക്ക് നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ? ഓ